അങ്ങനെ കുറച്ചു കാലം കഴിയുന്നു. ഒരു ദിവസം വീരപ്പൻ തന്റെ കൂട്ടാളികളെ വിളിച്ചു കൂട്ടിയിട്ട് സ്വയം പ്രഖ്യാപിച്ചു, താനാണ് ഇനി മുതൽ നിങ്ങളുടെ തലവനെന്ന്. കുറച്ചുപേർ സമ്മതിച്ചു, കുറച്ചുപേർ എതിർത്തു. എന്നാൽ എതിർത്തവർക്ക് വളരെ ബുദ്ധിപരമായി മയക്കുമരുന്ന് കലർത്തിയ മുറുക്കാൻ സുപാരി കൊടുത്തു. മയങ്ങി വീണ് അവരെ വെടിവെച്ചു കൊന്നു. പിന്നീട് അങ്ങോട്ട് വീരപ്പൻ ആ കൊള്ളസംഘത്തിന്റെ തലവനായി വാഴുകയായിരുന്നു. അങ്ങനെയിരിക്കെ ആനവേട്ട കഴിഞ്ഞ് കൊമ്പുമായി വരുന്ന വീരപ്പനെയും സംഘത്തെയും 1983 ഓഗസ്റ്റ് 27 കർണാടകയിലെ മാവുക്കൽ എന്ന സ്ഥലത്തിനടുത്ത് വെച്ച് KN തൃപ്തി എന്ന 25 വയസ്സ് പ്രായമുള്ള ഫോറസ്റ്റ് ഗാർഡ് കാണുന്നു. വീരപ്പനുമായി ഏറ്റുമുട്ടി. വീരപ്പൻ അയാളെ വെടിവെച്ചു വീഴ്ത്തി. അന്നാണ് കൂടുതലായി പുറം ലോകം വീരപ്പൻ എന്ന കൊള്ളത്തലവനെ പറ്റി അറിയുന്നത്. അന്നത്തെ അസിസ്റ്റന്റ് ഫോറസ്റ്റ് കമ്മീഷണർ ആയിരുന്ന പാണ്ടിലാപ്പള്ളി ശ്രീനിവാസൻ എന്ന P. ശ്രീനിവാസൻ ഇതറിഞ്ഞ് തന്റെ കീഴുദ്യോഗസ്ഥന്റെ കൊലയാളിയെ എത്രയും പെട്ടെന്ന് പിടിക്കാനായിട്ടുള്ള കരുക്കൾ നീക്കി തുടങ്ങിയിരുന്നു. അങ്ങനെയിരിക്കെ വീരപ്പന്റെ കയ്യിലുള്ള തോക്കുകൾ കൂട്ടാളികൾ കൂടി വന്നതിനാൽ തികയാതെ വരുന്നു. വെടിയുണ്ടകൾ തീർന്നു തുടങ്ങി. എങ്ങനെയും തോക്കും വെടിയുണ്ടകളും സംഘടിപ്പിക്കാനായി രണ്ടും കൽപ്പിച്ച് 1986 വീരപ്പൻ കുറച്ചു കൂട്ടാളികളുമായി ബാംഗ്ലൂരിലേക്ക് യാത്ര തിരിച്ചു. അന്ന് സാർക്ക് ഉച്ചകോടി നടക്കുന്നതിനാൽ പോലീസ് നഗരമൊട്ടാകെ വളരെ വിജിലന്റ് ആയിട്ടിരിക്കുന്ന സമയമായിരുന്നു. തോക്ക് തരാമെന്നു പറഞ്ഞ വിൽപ്പനക്കാരനുമായി വീരപ്പനും സംഘവും ഒരു രഹസ്യ കൂടിക്കാഴ്ച നടത്തുകയായിരുന്നു. അതിനിടയിൽ അവർ തർക്കമായി. ഒടുവിൽ ചെറിയ വാക്പോര് നടന്നു. അവർ പിരിയുന്നു. ഉടൻ തന്നെ ആ കച്ചവടക്കാരൻ പോലീസിനോട് വീരപ്പനെ കുറിച്ച് രഹസ്യ വിവരം നൽകുന്നു. ബാംഗ്ലൂർ പോലീസ് ഉടൻ തന്നെ വീരപ്പനെ കസ്റ്റഡിയിലെടുക്കുന്നു. കസ്റ്റഡിയിലായ വീരപ്പനെ ചോദ്യം ചെയ്യാനായി ഫോറസ്റ്റ് സെൽ SP MV മൂർത്തിക്ക് കൈമാറുന്നു. അന്നത്തെ ഡെപ്യൂട്ടി ഫോറസ്റ്റ് കൺസിഡറേറ്റർ ആയിരുന്നത് P. ശ്രീനിവാസനായിരുന്നു. ശ്രീനിവാസൻ വളരെ മൃഗീയമായി വീരപ്പനെ ചോദ്യം ചെയ്യുന്നു. അങ്ങനെ വീരപ്പനെ കുറിച്ച് ഒരുപാട് കാര്യങ്ങൾ ശ്രീനിവാസൻ മനസ്സിലാക്കുന്നു. അദ്ദേഹം വീരപ്പന്റെ ഒളിസങ്കേതങ്ങൾ തപ്പി കാട്ടിലേക്ക് യാത്ര തിരിക്കുന്നു. മറ്റുള്ള കൂട്ടാളികളെയും വീരപ്പൻ രഹസ്യമായി സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ആനക്കൊമ്പുകളും ചന്ദനത്തടികളും എവിടാണ് എന്ന് ചോദ്യം ചെയ്യലിൽ വീരപ്പൻ പറഞ്ഞ സ്ഥലം ലക്ഷ്യമാക്കി ശ്രീനിവാസനും സംഘവും പോകുന്നു. ആ നേരം നോക്കി വീരപ്പൻ കസ്റ്റഡിയിൽ നിന്നും രക്ഷപ്പെടുന്നു. തലവേദനയാണ്, തലയിൽ തേക്കാൻ എണ്ണ വേണമെന്ന് പറഞ്ഞ് ഉദ്യോഗസ്ഥന്മാരുടെ കയ്യിൽ നിന്നും വാങ്ങിയ എണ്ണ കയ്യിൽ പുരണ്ടപ്പോൾ മെലിഞ്ഞ വീരപ്പന്റെ കൈകൾ വിലങ്ങിൽ നിന്നും ഊരി രക്ഷപ്പെട്ടുവെന്ന ഗാർഡുമാരുടെ പ്രസ്താവന തെറ്റാണെന്നും നല്ലൊരു തുക വാഗ്ദാനം ചെയ്തതിനാൽ അവർ വീരപ്പനെ വിട്ടയച്ചതാണെന്നും പറയപ്പെടുന്നു. എന്തുതന്നെയായാലും ശ്രീനിവാസൻ തിരികെ വന്നപ്പോൾ വീരപ്പൻ കടന്നു കളഞ്ഞിരുന്നു. ഇത് ശ്രീനിവാസന് വീരപ്പനോടുള്ള പക ഇരട്ടിയായി.